ഹലോ അസ്സലാമു അലൈക്കും. കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് ചില തിരക്കുകൾ കാരണം ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു നാടൻ കറി തന്നെ ഉണ്ടാക്കി നോക്കാം. കുറച്ച് വെണ്ടക്കായും പുളിയും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ കറി തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കറിയിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ അവിടെ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പൊടികൾ നല്ലവണ്ണം മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 മുറി തേങ്ങ ചിരകിയതും ഒരു 4 ചെറിയ ഉള്ളിയും പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ മസാലക്കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു 2-3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് 6-7 വെണ്ടക്ക ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഈ വെണ്ടക്ക ഒന്ന് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ വെണ്ടക്ക അത്യാവശ്യം വറവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെണ്ടക്ക ഈ പുളിവെള്ളത്തിലൊന്ന് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ പുളിവെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറി ഇപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ അരപ്പ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ അരപ്പ് ഇപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിയുടെ തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് കടുകും ഉലുവയും ഒക്കെ ഒന്ന് താളിച്ച് ഒഴിച്ച് കൊടുക്കാം. അതിനുവേണ്ടി ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും ഒരു 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും 2-3 വറ്റൽമുളക് മുറിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കതിലേക്കൊരു 2-3 ചെറിയുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയതിന് ശേഷം ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നാൽ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക പുളിങ്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. വെണ്ടക്ക വീട്ടിലുണ്ടാകുമ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കൂ. വളരെയധികം ടേസ്റ്റി ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.